അപ്പോൾ ഇടത് നയം നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടമാണ് നടത്തിയത്. അതിൽ ബിനോയ് വിശ്വം എടുത്ത നിലപാട് ശ്ലാഘനീയം തന്നെയാണ്. ഈ ശൈലി പറ്റില്ല എന്ന് പറയുമ്പോൾ പിണറായി വിജയന്റെ ശൈലിയാണ് ബിനോയ് വിശ്വം തിരുത്തിച്ചിരിക്കുന്നത്. അത് ബിനോയ് വിശ്വം ഒറ്റയ്ക്കല്ല, CPM-ന്റെ കേന്ദ്ര നേതൃത്വത്തിനും അതിൽ പ്രധാന പങ്കുണ്ട്. MA ബേബി നേരത്തെ CPI-യുമായി D രാജയുമായി നടത്തിയ ചർച്ച, CPI-യുടെ കേന്ദ്ര സെക്രട്ടേറിയറ്റുമായി നടത്തിയ ചർച്ച, ആ ചർച്ചയ്ക്ക് ശേഷം പ്രകാശ് ബാബു പുറത്തേക്ക് പറഞ്ഞ് നമ്മൾ കേട്ടതാണല്ലോ. അദ്ദേഹം നിസ്സഹായനാണ്, ഒരു ദുർബലനാണ് എന്ന രൂപത്തിൽ പ്രതികരിച്ചിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ദുർബലനല്ല എന്ന് അദ്ദേഹം തെളിയിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ 3 ദിവസമായി അദ്ദേഹം കേരളത്തിലുണ്ട്. ഇവിടെ CPI-യുടെ നേതാക്കളുമായും CPM-ന്റെ നേതാക്കളുമായും നിരന്തരം ചർച്ച നടത്തിക്കൊണ്ട് പതിവിന് വിരുദ്ധമായി 2 ദേശീയ സെക്രട്ടറിമാരും 2 ജനറൽ സെക്രട്ടറിമാരും ഈ വിഷയത്തിൽ ആദ്യന്തം ചർച്ചകൾക്ക് നേതൃത്വം നൽകുകയും ഇത് CPI മുന്നണിയിൽ നിന്ന് വിട്ടുപോകേണ്ട ഒരു പാർട്ടി അല്ല എന്ന രൂപത്തിലേക്ക് ആ ചർച്ച കൊണ്ടെത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിണറായി വിജയന്റെ ശൈലിക്കാണ് ഇവിടെ തിരിച്ചടിയേറ്റിരിക്കുന്നത്. പിണറായി വിജയന്റെ ശൈലി പരാജയപ്പെടുന്നു എന്ന് പറയുന്നത്, ഇത് നേരത്തെ വാർത്താ സമ്മേളനത്തിൽ ബിനോയ് വിശ്വം പറഞ്ഞതുപോലെ ഒരു കൂട്ടുത്തരവാദിത്തം സർക്കാർ എന്ന് പറയുമ്പോൾ എല്ലാവരുമായി ആലോചിച്ച് എടുക്കേണ്ട തീരുമാനം, നയപരമായ വിഷയങ്ങൾ അങ്ങനെ ഏകപക്ഷീയമായ ഒരു തീരുമാനത്തിലേക്ക്, അതായത് CPM-നകത്ത് പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം അത് മുന്നണിയിലേക്ക് കൂടി കൊണ്ടുവരാൻ ഈ വിഷയത്തിൽ ശ്രമിച്ചപ്പോൾ അതിലൊരു പരാജയം സംഭവിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ പലതവണ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്യുന്നു. 6 ദിവസം, ഇതിപ്പോൾ 7ാമത്തെ ദിവസമാണ്. 7ാം ദിവസം എത്തുമ്പോൾ ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ, അതായത് ഈ തീരുമാനം എടുത്ത മുഖ്യമന്ത്രി തന്നെ പറയുകയാണ്, നമ്മൾ തൽക്കാലം PM ശ്രീയിലില്ല എന്ന്, PM ശ്രീയിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ ഈ ആലോചന ഇത് നേരത്തെ നടത്തേണ്ടതായിരുന്നു. നേരത്തെ നടത്തിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനത്തിൻ്റെ ആവശ്യം വരികയില്ലായിരുന്നു. ഇപ്പോൾ ഒരു ഉപസമിതിയെ രൂപീകരിച്ചിരിക്കുന്നു. മന്ത്രിമാരുടെ 7 അംഗ മന്ത്രിസഭാ ഉപസമിതിയെ നിശ്ചയിച്ചിരിക്കുന്നു. അതിൽ CPI-യിൽ നിന്നും CPM-ൽ നിന്നും 2 മന്ത്രിമാരും മറ്റു പാർട്ടികളിൽ നിന്നുള്ള മന്ത്രിമാരും ചേർന്ന് 7 അംഗ ഉപസമിതിയെ രൂപീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ തലപ്പത്തേക്ക് അധ്യക്ഷനായി എത്തിയിരിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയാണ്. അതായത് ദേശീയ വിദ്യാഭ്യാസ നയത്തിന് എന്താണ് കുഴപ്പം എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി തന്നെ അതിൻ്റെ തലപ്പത്തേക്കും വരുന്നു. അത് ശിവൻകുട്ടിയുടെ ഒരു പറയേണ്ടി വന്ന അവസ്ഥയെ നമുക്ക് മനസ്സിലാക്കാനാകും. ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ അല്ലെങ്കിൽ കേന്ദ്രം ഏത് തരത്തിലാണ് പാഠ്യപദ്ധതിയിൽ കടന്നു കയറാൻ ശ്രമിക്കുന്നതെന്ന് പ്രതികരിച്ചുകൊണ്ടിരുന്ന, അതുവരെയും പ്രതികരിച്ചുകൊണ്ടിരുന്ന വിദ്യാഭ്യാസ മന്ത്രി പിന്നീട് നിലപാട് മാറ്റുന്നതും പ്രതികരണം മാറ്റുന്നതും ഒക്കെ നമ്മൾ വാർത്താ സമ്മേളനത്തിൽ കണ്ടതാണ്. ഇന്നാകട്ടെ നമ്മൾ രാവിലെ മുതൽ ഈ ചർച്ചകളിലേക്ക്, ഇന്നത്തെ മന്ത്രിസഭാ യോഗം പോലും രാവിലത്തിൽ നിന്നും 3:30-ക്ക് മാറ്റിയത് വീണ്ടും ചർച്ചകൾക്കുള്ള സാഹചര്യം ഒരുക്കാനാണല്ലോ. ആ സമയത്ത് ശിവൻകുട്ടി വരുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്കൊന്നും അറിയില്ല, ഇത് തീരുമാനിക്കേണ്ടത് ഞാനല്ലല്ലോ എന്ന്. അങ്ങനെയല്ല, അങ്ങനെ ഒരുമിച്ച് തീരുമാനിക്കേണ്ട കാര്യം നേരത്തെ മന്ത്രി ശിവൻകുട്ടി പ്രഖ്യാപിച്ചു എന്നിടത്താണല്ലോ ഈ പ്രശ്നം ഉടലെടുക്കുന്നത്. Meet the editors.